ഹലോ ഹായ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന യെല്ലോ കളർ പേപ്പർ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ്. അതിനെ നമുക്കിങ്ങനെ കോണോടായിട്ട് മടക്കിയെടുക്കാം. മടക്കിയെടുത്തിട്ട് അതിനെ നമുക്ക് ആ മടക്കിയ ഭാഗം വെച്ച് കട്ട് ചെയ്യാം. ഇനി ആ പേപ്പറിനെ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് നമുക്ക് ഇങ്ങനെ മടക്കിയെടുക്കാം. അങ്ങനെ ആ പേപ്പർ മടക്കിയെടുക്കുമ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിൽ കിട്ടും കേട്ടോ. അതിനെ നമുക്ക് നടുവിന്ന് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ തന്നെ ഒരു 5-6 പീസും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്ത് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇനി നമുക്ക് വേണ്ടത് റൗണ്ട് ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് കഷ്ണമാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കൊറിയറിൻ്റെ ബോക്സാണ് കേട്ടോ. അതിൽ നിന്ന് ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആ പേപ്പറുകൾ ആ റൗണ്ട് ഷേപ്പിലുള്ള കാർഡ്ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത യെല്ലോ കളർ പേപ്പറാണ് കേട്ടോ. അതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് അതിലേക്ക് കുറച്ച് പശ തേച്ച് ഒട്ടിച്ചെടുക്കാം. ഈ കാണുന്ന പോലെ അടിപൊളിയായിട്ട് കുറച്ചെണ്ണം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് ഇനി സെൻറ്ററിലോട്ട് ഇനി പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ചെറിയൊരു കഷ്ണം പേപ്പർ എടുത്ത് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഫ്ലവർ ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തവർക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് ഇടാം കേട്ടോ. ഇനി നമുക്ക് ആ ഫ്ലവറിനെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ബീഡ്സോ അല്ലെങ്കിൽ തെർമോക്കോളിൻ്റെ ബീഡ്സ് ഇല്ലേ, അതാണെങ്കിൽ മതി. പക്ഷേങ്കിൽ എനിക്ക് അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ റെഡ് കളറിലുള്ള പേപ്പർ കൊണ്ട് ഒരു റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് ചെറുതായിട്ട് അതിനെ ഞാൻ ആ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇനി അടുത്തതായി വേണ്ടത് നീളത്തിൽ കട്ട് ചെയ്ത പേപ്പറാണ് കേട്ടോ. അത് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ആദ്യം കോൺ ഷേപ്പിൽ ഒട്ടിച്ചെടുത്ത പേപ്പർ കഷ്ണവും പിന്നെ ആ ഫ്ലവറും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ റെഡ് കളറിലുള്ള ഒരു പീസും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ പേപ്പർ പീസെല്ലാം ഭംഗിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാർഡ്ബോർഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതെല്ലാം ഒട്ടിച്ചെടുക്കണം. അങ്ങനെ അടിപൊളിയായിട്ട് ആ പീസുകളെല്ലാം ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്